എന്തോ ആൾക്കാർക്ക് ചിലവർക്ക് അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെ അപ്പൊ അവര് എങ്ങനെയാണോ അവരുടെ വീട്ടിലെ കുട്ടികളെ ചീത്ത പറയാം അതുപോലെ ചിലവരൊക്കെ വന്ന് ചിലവര് അസൂയ കൊണ്ട് പറയുന്നതായിരിക്കും. ചേച്ചി എങ്ങനെ എപ്പോഴും ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് പറഞ്ഞു തരുമോ? ചേച്ചിയുടെ ഭാഗ്യല്ലേ. ഒരു ജിംറാറ്റ് ആവാൻ തീരുമാനിച്ചത് എപ്പോഴാ? ജിംറാറ്റ് ഒന്നല്ല, ജിംറാറ്റ് ആരെ കണ്ട എന്നെ തല്ലിക്കൊല്ലോ. നിങ്ങളുടെ ആ ഒരു റിലേഷൻ പൊട്ടിമുളച്ചത് ജിമ്മിൽ വെച്ചിട്ടാണോ? റിലേഷൻ അത് വേറെ അടുത്ത് ഞാൻ ആരുടെ കൂടെ വീടിട്ടാലും അപ്പൊ അത് ചോദിക്കും ഇത് നിന്റെ ആരാ, ഇത് നിന്റെ റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ. സോഷ്യൽ മീഡിയ എന്ന് വിചാരിക്കണത് നമ്മൾ എന്തും തുറന്നു പറയാനുള്ളതല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ സമയത്ത് ആരും അങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ പോയിട്ടൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പേടിയാണ്. എപ്പോഴും ഉണ്ടാവും, എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും, അവർ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊക്കെ വിചാരിച്ച ആൾക്കാർ വരെ ഒരവസരത്തിൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിക്കാറില്ലേ പക്ഷെ ശരിക്കും കരയുന്നതാണ്. അത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. കരയുമ്പോ ഒന്നും ഞാൻ ഒന്നും നോക്കാറില്ല, കിടന്ന് മോങ്ങുള്ളൂ. മേ ബി അത് ഡിപ്രഷൻ ആണോ എന്നും എനിക്കറിയില്ല, കൺസൾട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ കിടന്ന് ഉറങ്ങി എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വിളിച്ചിട്ട് എനിക്ക് പറ്റത്തില്ലടാ എനിക്ക് പറ്റത്തില്ല കരയാ. അപ്പൊ അവൻ ശരി നീ കരയുമ്പോ ഒന്ന് കരഞ്ഞ് തീരുമ്പോ നീ കട്ടാക്കിയൊക്കെ പറഞ്ഞിട്ട് അവൻ കോൾ അവിടെ വെച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങും. ഞാൻ സെറ്റായോ, കൺഗ്രാറ്റ്സ് ചേച്ചി, ചേച്ചിന്റെ പുതിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട് ഫേസിലൊക്കെ. എനിക്കൊരു സന്തോഷം. ശരിക്കും നമ്മളെങ്ങനെയാണോ എല്ലാം ഒരു കണ്ടന്റ് ആണ്. ഞാനങ്ങനെ നല്ല എന്റെ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നമുക്കൊക്കെ ഒരുപാട് നാളായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആണ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആമി അശോകൻ. വെൽക്കം. ഹലോ. ശരിക്കും ഇങ്ങനെ ഒരുപാട് നാളെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും എത്ര ഇയർ ആയല്ലേ? 2022 കണ്ടതാ. നമ്മള് കണ്ടതല്ലാണ്ട് ആമി അതാണ് നമ്മള് കണ്ടത് 2022. ആമി എത്ര വർഷമായി ശരിക്കും? 2019 സംതിങ് തുടങ്ങിയതാ. അല്ല ടിക്ടോക്ക് തുടങ്ങി 2019 അല്ലല്ലോ? അതല്ല, ഡബ് സ്മാഷോടെ 2018 സംതിങ് എന്താണ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിളിക്കുന്നതാണോ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നതാണോ, എന്താണ് ഇഷ്ടം? എങ്ങനെ വിളിച്ചാലും എന്നാലും ഞാൻ കണ്ടന്റ് അധികം ഇപ്പൊ ക്രിയേറ്റ് ചെയ്യില്ല. ടിക്ടോക്കിൽ പിന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇൻഫ്ലുവൻസിങ് തന്നെയാണ്. അപ്പോ ഇത്രയും നാള് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് സർവൈവ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ എന്ന് പറയുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസ് ആണ്, പിന്നെയും പുതിയ ആളുകൾ വരാറുണ്ട്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോവാറ്? ഇല്ല, എന്റെ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ മുന്നേ ഒരു ആമി അശോക് എന്നുള്ള ഒരു പേര് അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാരണം എനിക്ക് കോമ്പറ്റീഷൻ അങ്ങനെയൊന്നും പുതിയ ആൾക്കാർ വരുന്നു അല്ലെങ്കിൽ തമ്മിൽ ഒരു മത്സരം അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ വീഡിയോസ് എന്താണോ അത് ഞാൻ ചെയ്തു പോകുന്നു, അങ്ങനെയുള്ളൂ. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പൊതുവെ എന്താ പറയാ, ക്രിയേറ്റേഴ്സ് ബ്ലോഗ് അങ്ങനെയൊക്കെ വരാറുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കണ്ടന്റ് ഇടാൻ മനസ്സിൽ ആഗ്രഹമുണ്ട്, എന്നാൽ എന്തോ പറ്റാത്ത പോലത്തെ സിറ്റുവേഷൻസ്? അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആൾക്കാർ ചില സമയത്ത് ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ എടുക്കുമോന്ന് വിചാരിച്ചിട്ട് കുറെ കണ്ടന്റ്സ് ഒക്കെ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ സംഭവങ്ങള് വയലൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് മേ ബി നമ്മൾ ഇമോഷൻസ് ആയിരിക്കും കാണിക്കണത്, പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ അത് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ട് അങ്ങനെ കുറെ കണ്ടന്റ് പോയിട്ടുണ്ട്. ആമിയുടെ നമ്മളിപ്പോ കൂടുതൽ കാണുമ്പോഴും ട്രാൻസിഷൻ റീൽസ് ആണ് ഒത്തിരി ചെയ്യുന്നത്. ഇന്ന് ട്രാൻസിഷൻ റീൽസ് എന്താ ഇത്ര ഇഷ്ടം? എന്തുകൊണ്ടാ അതറിയില്ല, അത് ഈസിയാണ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞ അതൊരു ഒരുങ്ങാണ്ടിരിക്കണു, പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ ആയിരിക്കും ഈ ഒരുങ്ങണത്. അപ്പൊ അതിന്റെ ക്ലിപ്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഇടുന്നു. അപ്പൊ അത് ഈസിയാണല്ലോ ചെയ്യാൻ വേണ്ടിട്ട്, അപ്പൊ അങ്ങനെ ഇടുന്ന. പിന്നെ ഡാൻസ് അധികം അറിയില്ലല്ലോ, അപ്പൊ അങ്ങനെയല്ല ചെറുതായിട്ട് അറിയുള്ളൂ, ഡാൻസർ ഒന്നുമല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ട്രെൻഡിങ് ഓഡിയോസ് വരുമ്പോ ട്രാൻസിഷൻ ആകുമ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആമിക്ക് ഏറ്റവും കൂടുതൽ എന്ത് ഇമോഷൻ ആക്ട് ചെയ്യാനായിട്ടാ കംഫർട്ടബിളും ഈസി ആയിട്ടുള്ളത്? എനിക്ക് ഈ ഡിപ്രഷൻ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഒരുമാതിരി ചടഞ്ഞു കൂടിയിരിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസി. കാരണം ഡിപ്രഷൻ ടൈപ്പ് നമ്മൾ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ ഒരേപോലെ ചെയ്യുന്നത്? അല്ല, അത് അഭിനയിക്കുകയാണ്. എനിക്കങ്ങനെ അല്ല, മുന്നേ എനിക്ക് സങ്കടം ഉണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുമ്പോ എനിക്ക് തോന്നും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത്, പക്ഷെ അഭിനയാണ്.
ചില റീലൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഇനി കരഞ്ഞിട്ടിരിക്കുക, അങ്ങനെ എപ്പോഴും റിയൽ ആയിട്ട് കരയുന്ന സമയത്ത് ഇല്ല ഞാൻ റിയൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് അല്ല കരയണ സമയത്ത് റീൽ എടുക്കാനേ പോവില്ല, ഫോണേ തൊടൂല ഞാൻ. പലരും തെറ്റിദ്ധരിക്കാറില്ലേ പക്ഷെ ശരിക്കും കരയുന്നതാണ്. അത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യാറ്. കരയുന്നത് പക്ക ഒറിജിനാലിറ്റിയാ പക്ഷെ അത് കാണുന്ന സമയത്ത്. ഗ്ലിസറിൻ ഒഴിക്കുമ്പോ തന്നെ കണ്ണ് ഓൾറെഡി ഇങ്ങനെ ഒരു വാടിയ പോലെയാവും, ഫേസ് ഡള്ളാവും. അപ്പൊ അങ്ങനെ ചെയ്യണതാണ്. അല്ലാണ്ട് കരയുമ്പോ ഒന്നും ഞാൻ ഒന്നും നോക്കാറില്ല, കിടന്ന് മോങ്ങുള്ളൂ. അപ്പൊ ഈ എന്താ ശരിക്കും ഇങ്ങനെ ഇപ്പൊ കൊച്ചിയിലാണല്ലോ, ഒറ്റയ്ക്കല്ലേ, അപ്പം എങ്ങനെയാണ് ഇതേപോലെ ഒരു മെന്റൽ പ്രഷർ വരുന്ന സമയത്ത് നേരെ നാട്ടിലേക്ക് പോകും? നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇടയ്ക്ക് നാട്ടിൽ പോയി അവിടുത്തെ കുട്ടികളും ഒക്കെ ആയിട്ട് വീഡിയോ ഇടുന്നതും ഒക്കെ. അങ്ങനത്തെ ഇത് വരുമ്പോ ഒന്നല്ല നാട്ടിൽ പോണത്, എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പം ആരുടെങ്കിലും കല്യാണോ കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മക്ക് പെട്ടെന്ന് കാണണം തോന്നിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ജോലി എന്തെങ്കിലും വീട് പണി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അല്ലെങ്കിൽ ഏട്ടനൊക്കെ ഇങ്ങോട്ടൊക്കെ വരാറാണ്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫീൽ ചെയ്താൽ ഞാൻ റൂമിന്റെ അകത്ത് ഇരിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല ആ സമയത്ത് ആരെങ്കിലും വന്ന് സമാധാനിപ്പിക്കണതോ അല്ലെങ്കിൽ അടുത്ത് വന്നിരിക്കണതോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒറ്റക്ക് വിടണത് എനിക്ക് ഇഷ്ടം. അപ്പൊ കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ മൈൻഡ് ഓക്കെ ഫ്രീ ആയിട്ട് ചില്ലാവും. ഒറ്റയ്ക്ക് നിന്ന് അതങ്ങ് ഓക്കെ ആവും. എനിക്കതാ ഇഷ്ടം. അമ്മ എന്ത് പറയുന്നു? അമ്മ സുഖമായിട്ടിരിക്കുന്നു. കുറെ പേര് എന്താ വീഡിയോസിൽ കാണാത്തതൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ ശരിക്കും എന്നെ ചീത്ത പറയാണ്, ക്യാമറ കൊണ്ട് പോകുമ്പോ പിന്നെ എന്നെ ചീത്ത പറയാം. അമ്മ ആണെങ്കിൽ വീഡിയോ എടുത്തു തരും, പക്ഷെ ഭയങ്കര നാണമൊക്കെ വീഡിയോന്റെ മുന്നിലൊക്കെ വരാൻ. അതുകൊണ്ടാ. ഈ നാട്ടില് പോകുന്ന സമയത്ത് എന്താ അമ്മയ്ക്ക് ഏറ്റവും നാട്ടിൽ പോകുന്ന സമയത്ത് തന്നെ ട്രെയിനിലിരുന്നൊക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ കാണും ചെല്ലുമ്പോ എനിക്ക് ആദ്യം ഇത് ചെയ്യണം. എന്താ നാട്ടിൽ പോകുമ്പോൾ ഉള്ളൊരു ഫീൽ എങ്ങനെയാ? സാഷ ഫസ്റ്റ് സാഷ ഉണ്ടല്ലോ എന്റെ പട്ടിക്കുട്ടി, അവളുടെ കൂടെ ഒരു കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അമ്മേന്റെ ഫുഡ്, അമ്മേന്റെ സ്നേഹം, അതൊക്കെയാണ് മെയിൻ. പിന്നെ എന്റെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവം, ഭയങ്കരമായിട്ട് കൂളായിട്ടുള്ള ഒരു സമാധാനമുള്ള സ്ഥലമാണ്, നാടാണല്ലോ. അപ്പോൾ വേറെ അലമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ സൗണ്ട് ആയ ഒരു 9 മണിയായാലും നാട് ഉറങ്ങിയ പോലെയാ. അപ്പോൾ ആ ഒരു പിന്നെ നാട്ടിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ട്, അവരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്. പിന്നെ നാട്ടിൻപുറത്ത് കുറെ കായ്ക്കളൊക്കെ പറിച്ച് കഴിക്കാറൊക്കെ ഉണ്ടാവുമല്ലോ കാട്ടിലൊക്കെ, അതൊക്കെ പറിച്ച് തിന്നല്, അതൊക്കെയാണ് മെയിൻ. നാട്ടില് പോകുമ്പോ അതൊക്കെയാണ് മെയിൻ. പോകുമ്പോ തിരിച്ചു വരാൻ തോന്നാറുണ്ടോ? വന്നല്ലേ പറ്റുള്ളൂ. ഇല്ല, എനിക്ക് ഇവിടെ നിൽക്കുമ്പോ നാട്ടിൽ പോകുന്നത്, അവിടെ നിൽക്കുമ്പോ തിരിച്ചു വരാൻ തോന്നും. അങ്ങനെയാണ്. അവിടെ നിൽക്കുമ്പോ അപ്പൊ ഈ ആമിയുടെ ഇത് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹെയറിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അമ്മ എന്താ പറയാറ് ഇങ്ങനെ ഓരോ മാറ്റങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്? അമ്മ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സിങ്ങിനോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നടക്കുന്നു അങ്ങനത്തെ ഒന്നും പറയാനൊന്നും വരാറില്ല. പക്ഷെ അമ്മക്ക് നീളമുള്ള മുടി ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെട്ടുമ്പോ എന്തിനാ വെട്ടിയ നീളമുള്ള മുടി ആക്ക് അങ്ങനെ പറയുള്ളൂ. പക്ഷെ ഇങ്ങനെ കുറ്റമായിട്ടൊന്നും പറയൊന്നുമില്ല, ഇഷ്ടമുള്ളത് ചെയ്തോന്ന് തന്നെയാ പറയാറ്. ഇപ്പം ലുക്സിലോട്ട് വരികയാണെങ്കിലും ആമിയുടെ ഒരു ലുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇങ്ങനെ മാറി 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 വരുന്നത്. ഒരിടയ്ക്ക് വെച്ചിട്ട് ഫുൾ ഫിറ്റ്നസ്സിലോട്ട് പോയി. അപ്പൊ എപ്പോഴാ ഈ ഫിറ്റ്നസ് ഒരു ജിംറാറ്റ് ആവാൻ തീരുമാനിച്ചത്? എപ്പോഴാ? ജിംറാറ്റൊന്നല്ല, ജിംറാറ്റ് ആരെ കണ്ടെന്നെ തല്ലിക്കൊല്ലോ. അല്ല ശരിക്കും കൂടുതലും ജിമ്മിലുള്ള വീഡിയോസ് ഒത്തിരി ഇടുന്നത് കാണാം. അല്ല, ഞാൻ ജിം അഡിക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഫിറ്റ്നസ് എന്താണ് ബോഡിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് PCOD കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വണ്ണം വെച്ചു. ഒരു 48 കിലോ 67 സംതിങ്ങിന്റെ അടുത്തോളം ഈ ഒരു പ്രശ്നം കൊണ്ട് വന്ന്. അപ്പോ എനിക്ക് പെട്ടെന്നത് ബോഡിയിലത് ആൾക്കാർ കമന്റ് ചെയ്യണായാലും ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും എനിക്കത് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായി തുടങ്ങി. പിന്നെ വീട്ടിലായാലും അമ്മ പറഞ്ഞു തടി വെക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ താങ്ങാൻ പറ്റും. കാരണം എനിക്ക് അപ്പർ ബോഡിയിലൊക്കെ ഇത് കുറവായതുകൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല, കാലിന് വേദന വരാൻ തുടങ്ങി, അങ്ങനെ കുറെ ഇഷ്യൂസ് വന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വെയിറ്റ് കുറക്കാന്നൊക്കെ കുറച്ച് റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയി. അങ്ങനെ പിന്നെ ജിം ഒരു അഡിക്റ്റഡ് ആയി പോയതാണ്. അല്ലാണ്ട് ഞാൻ ഇന്റൻഷ്യലി അങ്ങോട്ടേക്ക് കയറി ചെന്നതല്ല. പക്ഷെ ഇപ്പൊ എനിക്കിഷ്ടമാണ് ജിമ്മില് പോവാനും വീഡിയോസ് എടുക്കാനും പിന്നെ വെയിറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടി ഓരോരോ നമുക്ക് ഇപ്പൊ 40 കിലോ ഈ വീക്ക് എടുത്ത് കഴിഞ്ഞാൽ 45 എടുക്കുമ്പോൾ ഒരു വേറെ മോട്ടിവേഷനാണ്. പിന്നെ അവിടെ ആയാലും എല്ലാവരും ഫ്രണ്ട്ലി ആണ്, ഒരു വൈബാണ്. ജിം എന്ന് പറയുന്ന ഒരു വൈബാണ്. വിഷ്ണുവായിട്ടുള്ള നിങ്ങൾ രണ്ടാളുടെയും ജിം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിന് നല്ല വ്യൂസ് ആണ് നിങ്ങളുടെ ആ ഒരു കോംബോ. ശരിക്കും എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു റിലേഷൻ പൊട്ടിമുളച്ചത് ജിമ്മിൽ വെച്ചിട്ടാണോ? റിലേഷൻ അത് വേറെ അടുത്ത് അല്ല, എന്റെയും ഏട്ടന്റെയും കോച്ച് ഒരാളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടെ. അപ്പൊ ഏട്ടന് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വന്നാൽ നമുക്ക് എനിക്കാണെങ്കിലും ഒരു പെയർ എന്നുള്ള രീതിക്ക്
ഞാനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ നോക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ ജിമ്മിലെ വീഡിയോസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചെയ്ത് നോക്കിയപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല വീഡിയോസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ എടുത്തെടുത്ത് പോയതാ. റിലേഷൻ എന്ന് പറയാൻ പറ്റും. അല്ല, ആൾക്കാരിപ്പം ഞാൻ ആരുടെ കൂടെ വീടിട്ടാലോ അപ്പൊ അത് ചോദിക്കും, ഇത് നിന്റെ ആരാ, ഇത് നിന്റെ റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ. അപ്പൊ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് വിചാരിക്കണ്ട പറഞ്ഞതാ. ഞാനും ശരിക്കും അങ്ങനെ. അയ്യോ, അങ്ങനെയൊന്നും കപ്പിളാണ്, റിലേഷൻഷിപ്പിലാണ് കരുതിയത്. അങ്ങനെയൊന്നും അല്ല. സീരിയസ്ലി ഞാൻ അങ്ങനെ കരുതിയത്. എല്ലാവർക്കും അപ്പൊ കൺഫ്യൂഷൻ ആണോ നിങ്ങൾ കപ്പിൾസ് ആണോ? അല്ല, ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. കാരണം ഞങ്ങൾ ഓൾറെഡി യൂട്യൂബിലായാലും അല്ലെങ്കിൽ ആസ്മി ക്വസ്റ്റ്യനിലായാലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ്. എനിക്കായാലും വേട്ടറായാലും ഇപ്പൊ റിലേഷൻഷിപ്പിൽ കാര്യത്തിൽ ഒന്നിനും താല്പര്യമില്ല. ബിക്കോസ് ഞങ്ങളിപ്പോ മൂവി എന്നുള്ള ഒരു ഡ്രീമിൽ മാത്രം നടക്കുന്ന ആൾക്കാർ രണ്ടാളും. അത് താല്പര്യമില്ല. അപ്പൊ എന്താണ് സിനിമയിലോട്ടുള്ള പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്തു. ഞാൻ ഇങ്ങനെ കണ്ടു, ഒരു മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഒരു ടീച്ചർ റോളായിരുന്നു. അപ്പൊ കാസ്റ്റിംഗ് കോളൊക്കെ കഴിഞ്ഞ് എല്ലാ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോ സെലക്ട് ആയി കഴിഞ്ഞപ്പോ അവര് കുറച്ചും കൂടി, അതായത് ഞാൻ വീഡിയോസിൽ കാണുന്ന അത്ര തടി നേരിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ചത് വീഡിയോസിൽ കാണുന്ന കുട്ടി കുറച്ചും കൂടി ഉണ്ട്, സാരിയൊക്കെ ഉടുത്തിട്ടാണല്ലോ ചെയ്യേണ്ടത്, അപ്പൊ കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞ തടി കൂട്ടാൻ പറഞ്ഞു. കൂട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ അവര് കുറച്ചു നാളും കൂടി കഴിഞ്ഞിട്ടേ ഷൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ഒരു വെയിറ്റില് കൊണ്ടു നടക്കുമ്പോ എനിക്ക് ബോഡിയിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോ ആദ്യം വലിയ ഇനിയിപ്പോ ആദ്യം മൂവി ഉറപ്പായി കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങണം തടിയൊക്കെ. ആദ്യ സമയത്തൊക്കെ ഇപ്പൊ ആമിയാണെങ്കിൽ എന്താ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലപോലെ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഫോളോവേഴ്സിന്റെ മുന്നിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ? അതോ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയല്ല, കുറച്ചുകൂടെ പ്രൈവസി കീപ്പ് ചെയ്യാം അങ്ങനെ വിചാരിച്ചോ? ഞാൻ പലതും ഷെയർ ചെയ്തത് എനിക്ക് പിന്നെ വേണ്ട, ഷെയർ ചെയ്യണ്ടായിരുന്നു. കാണുന്നവരൊക്കെ നമ്മളെ നല്ല രീതിയിൽ എടുക്കണം എന്നില്ല. ആൾക്കാരിപ്പം എൻ്റെ അടുത്ത് നല്ലത് പറഞ്ഞിട്ട് പുറത്തു പോയി നല്ലതല്ല പറയുന്നുള്ള കുറെ എനിക്ക് ഉള്ളിലൊരു ബോധം വന്നു. സോഷ്യൽ മീഡിയ എന്ന് വിചാരിക്കണത് നമ്മൾ എന്തും തുറന്നു പറയാനുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. എനിക്ക് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു കുറച്ചും കൂടി പ്രൈവസിയിൽ കൊണ്ടുപോകണം എന്ന് എനിക്കിപ്പോ ഒരു ഫീല്. അതുകൊണ്ടാണ് ഒന്നും പുറത്തിപ്പോ ആരടുത്തൊന്നും ഷെയർ ചെയ്യാത്ത. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാറേ ഇല്ല. എവിടെ ഇപ്പൊ ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ ട്രിപ്പ് പോയി വന്നിട്ടാണ് ഞാൻ എല്ലാം ഇടാറൊക്കെ. കാരണം എനിക്ക് ഫുള്ളൊരു അതിന്റെ ഒരു സംഭവം എനിക്കൊരു വിശ്വാസം വരുന്നത്. എന്ത് നല്ലത് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഫംഗ്ഷന്റെ ഇട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം എനിക്ക് വൈകാരികയാവുക അങ്ങനെയൊക്കെ ആവുക. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ഷെയർ ചെയ്യാറില്ല. ശരിക്കും അപ്പൊ അങ്ങനെ സംഭവത്തിൽ വിശ്വാസം ഉണ്ടോ? ഇപ്പൊ ആയിട്ട് എനിക്ക് വിശ്വാസം. മുന്നേ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യണ് നമ്മൾ നല്ലതൊന്നും അധികം ഷെയർ ചെയ്യാണ്ടിരിക്കണേ നല്ലത്. പിന്നെ പ്ലാനിങ്ങും നമ്മൾ നല്ലോണം ഷെയർ ചെയ്യാണ്ടിരിക്കണം. എല്ലാം സക്സസ് ആയി നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഷെയർ ചെയ്യണത് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ ആമിയുടെ ഒരു ലൈഫ് നമ്മൾ നോക്കുവാണെങ്കിൽ മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന നമ്മൾ കാണുന്നുണ്ട്, അത് കഴിഞ്ഞ് ഹീലാവുന്ന കാണുന്നുണ്ട്. നമ്മളിങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹീലിംഗ്. നമ്മളിപ്പം മെന്റൽ ബ്രേക്ക് ഡൗൺ ഭയങ്കര നമുക്കറിയാം, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഹീലിംഗും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഹീലിംഗ് ഒരു ഫേസ്. ആമിയുടെ ഹീലിംഗ് ഫേസ് എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഡൗൺ ആയ സമയത്തും ഹീലിംഗ് സമയത്തും ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയായിരുന്നു. ഫാമിലിയിൽ ഞാൻ അങ്ങനെ അറിയിച്ചിട്ടില്ല. കാരണം അവര് നമ്മൾ വിചാരിക്കണ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരല്ല, ഭയങ്കര സങ്കടപ്പെടുന്ന ആൾക്കാരാ. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് തന്നെയാ, ഒരു 90% ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ഹീൽ ചെയ്തതാ. പിന്നെ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യണതും കുറവായിരുന്നു. എന്താ പ്രശ്നം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണതും കുറവായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യണമായിരുന്നു എനിക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കാരണം ഹീൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ എത്താൻ അത്രയും കഷ്ടപ്പെട്ട് ഹീലിംഗ് സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പാടുണ്ട്, ആൾക്കാർ അനുഭവിക്കണത്. ഞാൻ പുറത്തുനിന്ന് കുറേ പേരുടെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് സിമ്പിൾ ആയിരിക്കും ആ ഒരു സ്റ്റേജ് എന്ന് പറയും. പക്ഷെ അത് ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് എത്തുമ്പോൾ നമ്മളത് ഹീൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ചെറിയൊരു വേദനയായിട്ട് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പം ആമി ആണെങ്കിലും പല ഇതിലും ഡിപ്രഷൻ ഉള്ള പോലത്തെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഡിപ്രഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊന്നും ആ വേർഡ് ഇപ്പൊ ഒരു കൊറോണ സീസണിലൊക്കെ റിയൽ ഡിപ്രഷനും ഉണ്ട്,
സങ്കടവും ഉണ്ട്. സങ്കടമായിരുന്നോ ഡിപ്രഷൻ ആയിരുന്നു? ഡിപ്രഷൻ ഒന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാനൊരു 16-17 മണിക്കൂറൊക്കെ കിടന്ന് ഒറ്റ ബെഡില് ഫുഡും കഴിക്കാണ്ട് ലൈറ്റും ഫാനും ഒന്നും ഇടാണ്ട് കിടന്നിരുന്നു. മേ ബി അത് ഡിപ്രഷൻ ആണോ എന്നും എനിക്കറിയില്ല, കൺസൾട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ കിടന്ന് ഉറങ്ങി എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ ഒരു ആശ്വാസം, ഒരു സാഡ് സ്റ്റോറി ഇടുമ്പോ ഒരു ആശ്വാസം. പക്ഷെ അത് നിർത്തി ഇപ്പം. കാരണം ഞാൻ വിചാരിക്കണത് ഓക്കെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു സ്നേഹം വരുന്നു, പക്ഷെ അത് കണ്ടിട്ട് ചിരിക്കണ ആൾക്കാരും ഉണ്ടാവും. ഓക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ അത് നിർത്തി. പക്ഷെ ഡിപ്രഷൻ ഒന്നും ആയിരിക്കില്ലെന്ന് തോന്നുന്നു, അറിയില്ല. ആ ഒരു സ്റ്റേജ് എന്താന്ന് അറിയില്ല പറയാം. അപ്പോ അതിപ്പോ ഡിപ്രഷൻ എന്താ, ഡിപ്രഷൻ ആണോ അങ്ങനെയൊന്നും ഞാൻ കൺസൾട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഫ്രണ്ട്സിനോട് പറയുമ്പോ ഇല്ല കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഉണ്ടാവണം വിഷമം പോലത്തെ ഒരു സംഭവമാണ്, അത് ഹീൽ ചെയ്തോളൂ എന്ന് പറയും. അല്ലാണ്ട് ഡിപ്രഷൻ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ടാബ്ലറ്റ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. എന്നാലും ആ ഒരു ഹീലിങ്ങിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരാളെങ്കിലും വേണമല്ലോ ഒരു സപ്പോർട്ടിന്. അങ്ങനെ നിന്നിട്ടുള്ള ഒരു വ്യക്തി ആരായിരിക്കും? റിൻഡ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളിപ്പോ പുറത്താണ്. അവള് കുറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജെറി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അവളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഷാദ് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവനാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അവനായിരിക്കും. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വിളിച്ചിട്ട് എനിക്ക് പറ്റത്തില്ലടാ എനിക്ക് പറ്റത്തില്ല കരയാ. അപ്പൊ അവൻ ശരി നീ കരയുമ്പോ ഒന്ന് കരഞ്ഞ് തീരുമ്പോ നീ കട്ടാക്കിക്കോ പറഞ്ഞിട്ട് അവൻ കോൾ അവിടെ വെച്ചിട്ട് അവൻ കിടന്നുറങ്ങും. അപ്പൊ അവൻ ഉമ്മ വന്നിട്ട് അമ്മയാണോ കുഴപ്പമില്ല പറഞ്ഞിട്ട് ഉമ്മക്ക് അറിയാം ഞാൻ അതിനുവേണ്ടി വിളിക്കണം കരയാൻ വേണ്ടിട്ട്. ഞാൻ അവിടെ കിടന്ന് മുങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ രാവിലെ ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അവന്റെ ഫോൺ ഓഫ് ആവുമ്പോഴാണ് കോള് കട്ടായിട്ട്. പക്ഷെ കുറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ. പിന്നെ ഇപ്പൊ പറയണ വിഷ്ണു ചേട്ടനായാലും ആ ഒരു സ്റ്റേജിൽ ഞാൻ വീഡിയോസ് ഒക്കെ കുറെ നിർത്തി കഴിഞ്ഞപ്പോ ഏട്ടനാണ് പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് പറ്റും. ഇപ്പൊ ഓഡീഷൻസിനായാലും കാസ്റ്റിംഗ് കോളിലൊക്കെ കൊടുക്കണത് ഏട്ടൻ പറഞ്ഞിട്ടാണ്. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ട് ഏട്ടൻ മനസ്സിലേക്ക് ഏട്ടൻ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെയാണ് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. ഇപ്പൊ ഈ മെന്റൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ വന്ന സമയത്ത് എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയനെ ബ്ലെയിം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ ഇവിളൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മേ ബി നമ്മുടെ സക്സസ് ഒക്കെ ഇതേപോലെ പബ്ലിക്ലി ഓപ്പൺ ആയിട്ട് ഇട്ടത് കൊണ്ട് അങ്ങനെ മേ ബി ഒരു ഡൗൺഫോൾ ഉണ്ടായത് അങ്ങനെ എപ്പോഴെങ്കിലും ബ്ലെയിം ചെയ്യാൻ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മേ ബി അതുകൊണ്ടൊരു ഡൗൺ ആയി പോകുന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷെ മുന്നത്തെ കാര്യങ്ങൾ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ തീരുമാനങ്ങൾ കൊണ്ടാണല്ലോ ഓരോ ഞാൻ എടുത്ത നല്ലതല്ലാത്ത തീരുമാനങ്ങൾ കൊണ്ടുണ്ടായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല സോഷ്യൽ മീഡിയനെ ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല. കാരണം സോഷ്യൽ മീഡിയയിലേക്ക് വരണം എന്നുള്ളതും അവിടെ നിൽക്കണം എന്നുള്ളതൊക്കെ എന്റെ തീരുമാനമായിരുന്നല്ലോ. അപ്പം അതിലുണ്ടായ കാര്യങ്ങളൊക്കെ എന്റെ തീരുമാനങ്ങൾ കൊണ്ടുണ്ടായ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. ആളുകൾ കൂടുതൽ ജഡ്ജ്മെന്റൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ആമി ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് അവിടുന്ന് അത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് ആളുകൾ കൂടുതലും ജഡ്ജ്മെന്റൽ ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ സമയത്ത് ആരും അങ്ങനെ എടുത്ത്, കാരണം രണ്ടാളും ഒരു മ്യൂച്വലി ഒരു ഇത് പറഞ്ഞിട്ടാണ്, വഴക്കുണ്ടാക്കിയിട്ടൊന്നും അല്ല. സോഷ്യൽ മീഡിയയിലായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു സൈലന്റ് ആയിട്ട് തന്നെ അതൊരു അവിടെ ക്ലോസ് ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമന്റ്സിലായാലും അല്ലെങ്കിൽ മെസ്സേജിലായാലും ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ഒന്നും അങ്ങനെ ഫീൽ ചെയ്ത് ജഡ്ജ്മെന്റ് ചെയ്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ എനിക്ക് വന്ന ലൈഫ് സ്റ്റൈലിലോ കാര്യങ്ങളിലൊക്കെ മാറ്റം, ആ ഒരു കാര്യത്തിലൊക്കെ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഡ്രസ്സിങ്ങിൽ ഒരുപാട് കമന്റ്സ് ഇടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്ക് ചില വീഡിയോസിൽ കാണാറുണ്ട്, ചിലതിൽ എന്നാ നല്ല പോസിറ്റീവ് കമന്റ്സും ആണ്. അപ്പൊ അതെന്താ സംഭവം ഈ ഡ്രസ്സിങ്ങിൽ ഇങ്ങനെ കൂടുതലും നാടനാണ് ഇഷ്ടം തോന്നുന്നു. പക്ഷെ എനിക്ക് ഓരോ ഫംഗ്ഷനും നമ്മൾ ഓരോ ഡ്രസ്സല്ലേ ഇടുക. ബട്ട് ചിലതിപ്പോ ചില വേറെ കുറച്ച് പെൺകുട്ടികൾ ചിലപ്പോൾ അതേപോലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് നല്ല പോസിറ്റീവ് കമന്റ്സ് ആയിരിക്കും. പക്ഷെ ആമീനെ അതെന്തോ ആൾക്കാർക്ക് ചിലവർക്ക് അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെ, അപ്പൊ അവര് എങ്ങനെയാണോ അവരുടെ വീട്ടിലെ കുട്ടികളെ ചീത്ത പറയാം അതുപോലെ ചിലവരൊക്കെ വന്ന് ചിലവര് അസൂയ കൊണ്ട് പറയുന്നതായിരിക്കും അവർക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സാണ് ഇടുക. ചിലവർക്ക് എന്തെങ്കിലും പറയണല്ലോ അങ്ങനെ പറയണായിരിക്കും. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നല്ല കാര്യമാണ് അവർ പറയണത്. ഞാൻ തന്നെ ചിലപ്പോ എനിക്ക് ഡ്രസ്സ് നല്ല നാടൻ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ അയ്യോ ആൾക്കാർ പറയണ ശരിയായിരിക്കും, നാളെ തന്നെ ചേരുന്നത്. ഇപ്പൊ അതിൽ ഞാൻ നാടൻ വൈബിലേക്ക് ഇപ്പൊ മാറി. ആ ഒരു മോഡേൺ ടൈപ്പ് കുറെ കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പം നാടൻ ആ ഒരു വൈബാ ഇഷ്ടം. ഇടയ്ക്ക് അപ്പൊ നേരത്തെ ചെയ്യുന്ന ഇടയ്ക്ക് ട്രാൻസിഷൻ റീൽസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കിഡിലൻ ഹോട്ട് ആയിട്ടുള്ള സോങ്സ് ഒക്കെ എടുത്തേക്കും ചെയ്യാറുണ്ട്. അതൊക്കെ നിർത്തിയപ്പോ അതെന്താ നല്ല രസമായിരുന്നല്ലോ കാണാൻ രസമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ എന്താ അറിയില്ല, നാടൻ ഒരു പെൺകുട്ടി ആവാൻ ഒരു താല്പര്യം. മുടിയൊക്കെ അതുകൊണ്ടാണ് ഞാൻ വളർത്തുന്നത്. ഇടയ്ക്ക് നല്ല ഷോർട്ടാക്കി. ഇപ്പൊ ഷോർട്ടാക്കാറേ ഇല്ല.
ആമിയുടെ അപ്പൊ പുതിയൊരു ഫേസിലൂടെയാണോ ആമി ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്? അതെ അതെ. അല്ല, ഓരോ സമയത്തും ചില സമയത്ത് മുടി വെട്ടിയിട്ട് ഷോർട്ടാക്കിയാലോ എന്നൊക്കെ തോന്നും. അപ്പൊ ചില സമയത്ത് വിചാരിക്കും വേണ്ട, മുടി വളരട്ടെ, അങ്ങനെ വിചാരിക്കും. ഏറ്റവും കൂടുതൽ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഒരു ലൈഫിനെ കുറിച്ച് ഒരു ആളുകൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കുന്ന സംഭവം എന്തോ, ഇൻഫ്ലുവൻസറിന്റെ ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെ ആൾക്കാരെ വിചാരിക്കണതേ ഞാൻ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ഞാൻ ഫുള്ള് കറക്കാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ഉള്ള ലൈഫാണ്, ഭയങ്കര എൻജോയ്മെന്റിലാണ് നടക്കണേന്നൊക്കെ ആയിരിക്കും. പക്ഷെ സ്റ്റോറിയിൽ മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ മോങ്ങിക്കൊണ്ട് എന്തെങ്കിലും സങ്കടത്തിലായിരിക്കും ചിലപ്പോൾ സ്റ്റോറി ഇടണം. മ്യൂസിക്കൊക്കെ ഭയങ്കര ബീജിഎമ്മിലൊക്കെ ഇടുക. പക്ഷെ ശരിക്കും ചില സമയത്ത് ഞാൻ ഭയങ്കര ഇതായിരിക്കും. എന്നിട്ട് ആൾക്കാരെ ഇത് ചേച്ചി എങ്ങനെ എപ്പോഴും ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എങ്ങനെയാ നമുക്ക് പറഞ്ഞു തരുമോ, ചേച്ചിയിലൊക്കെ ഭാഗ്യമല്ലേ ഇങ്ങനെ. അപ്പം ട്രിപ്പൊക്കെ പോണത് ഭാഗ്യമല്ലേ. നമ്മൾ ചിലപ്പോൾ പ്രൊമോഷന് വേണ്ടിയായിരിക്കും പോണ, പുലർച്ചെ എഴുന്നേറ്റ് പോവും, അവിടെ എത്തിയിട്ട് നമുക്ക് പക്ഷെ വീഡിയോസിൽ അത് കാണിക്കാൻ പറ്റും, എൻജോയ് ചെയ്യണ്ടേ. നമ്മൾ മഞ്ഞിന്റെ അവിടെ ഒക്കെ പോയി എൻജോയ് ചെയ്യും. പക്ഷെ പുലർച്ചെ എഴുന്നേക്കണ ബുദ്ധിമുട്ട്, മടി, കാര്യങ്ങളൊക്കെ വീഡിയോ എഡിറ്റ് അവർ പറയുന്ന ഡേറ്റിൽ ഇടണം. അപ്പോൾ അവർ വിചാരിക്കണം നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മളൊരു സ്ട്രെസ് ഇല്ലാണ്ട് ജീവിക്കുകയാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് പൈസ ഇൻകം വരണു, അതിൽ അടിച്ചു പൊളിക്കണം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളതായ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. നോർമൽ മനുഷ്യന്മാർ തന്നെ എല്ലാവരും. എനിക്കിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് 2022 ഒരു ക്രിസ്മസിന് കണ്ട സമയത്ത് നീ എൻ്റെ അടുത്ത് ഒരു റോസാപ്പ് വന്നിട്ട് നീ എനിക്ക് പൂതാ. അതെ, ഞാനൊന്ന് സ്റ്റോറി ഇടാം, എനിക്ക് ലവ് ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കട്ടെ. അങ്ങനെയൊക്കെയാണ്. മലേന്റെ മുകളിലൊക്കെ പോയിട്ട് ഞാൻ ചിലപ്പോ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിന്റെ ഒക്കെ കൈയൊക്കെ വിടും. ആരെങ്കിലും വിചാരിക്കട്ടെ എനിക്ക് ലൈൻ സെറ്റായി എഴുതിയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചേക്കുന്ന സംഭവം എന്താ? ഇല്ല, ഞാൻ സ്നാപ്ചാറ്റിലൊക്കെ പുതിയ പുതിയ ഫിൽറ്റർ ഒക്കെ വരുമല്ലേ ഈ ചെക്കന്മാരുടെ ഇങ്ങനൊക്കെ കിടക്കണേ. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ടിടും. അപ്പൊ ലൈൻ സെറ്റായോ, കൺഗ്രാറ്റ് ചേച്ചി, ചേച്ചിന്റെ പുതിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട് ഫേസിലൊക്കെ. ഓക്കെ, എനിക്കൊരു സന്തോഷം. കരഞ്ഞിട്ടുള്ള ഗ്ലോ, സത്യം. കരഞ്ഞു കഴിയുമ്പോ ഒരു ഗ്ലോ ഉണ്ടാവില്ല, ആ ഒരു സാധനമാണ്. അങ്ങനെ കുറെ ചെയ്യാറുണ്ട്. അപ്പൊ ആളുകൾ ശരിക്കും പറഞ്ഞാല് പിന്നെ അതേപോലെ സംഭവം ഉണ്ടല്ലോ, ഈ ചില ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിലും വിചാരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടിട്ടോ ഇതാണ് ലൈഫ്, എനിക്കത് കിട്ടുന്നില്ലല്ലോ, അങ്ങനെ തെറ്റിദ്ധാരണയുള്ള കുട്ടികളൊക്കെ കാണും. അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാൻ പറയണത്. സോഷ്യൽ മീഡിയ ഒരു റിയൽ ആയിട്ടുള്ള കാര്യമല്ല, അത് റിയൽ ആയിട്ട് മാത്രം കാണാൻ. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറെയൊക്കെ സത്യങ്ങളുണ്ടാവും. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 50% ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, 50% റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. റിയൽ ലൈഫ് കാണിക്കുന്നവരുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പോണ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് വിശ്വസിച്ച് കുട്ടികൾ വിചാരിക്കോ എനിക്ക് ഇങ്ങനത്തെ ലൈഫ് ഇല്ലല്ലോ, എനിക്ക് ഇങ്ങനത്തെ അച്ഛനും അമ്മയും ഇല്ലല്ലോ. ചിലവര് അച്ഛന്റെ കൂടെ അല്ലെങ്കിൽ അമ്മേന്റെ കൂടെ ഒക്കെ ഭയങ്കര സ്നേഹത്തിലൊക്കെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ അമ്മേനോട് അമ്മ പണി ചെയ്തോ, അടുക്കളയിൽ പോയി പണിയെടുത്തോ എന്ന് പറയുന്ന ആൾക്കാർ എനിക്കറിയാം. എന്റെ ഫ്രണ്ട്സിൽ ഗ്യാങ്ങിൽ അങ്ങനെ ഉണ്ട്. സ്നേഹം ഭയങ്കര മദേഴ്സ് ഡേക്കൊക്കെ ഭയങ്കര കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനത്തെ ഒക്കെ. പക്ഷെ അമ്മേനെ ഒരു വിലയും ഉണ്ടാവില്ല. അമ്മയായിരിക്കും വീട്ടിലെ പണി മൊത്തം ചെയ്യണത്, അല്ലെങ്കിൽ അമ്മ സ്നേഹമില്ലാത്തൊരു ടൈപ്പ് കുറെ ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ കാണുമ്പോൾ അമ്മക്ക് എന്തൊരു സ്നേഹം, അല്ലെങ്കിൽ അമ്മമാരായിരിക്കും ചിലപ്പോ കാണാൻ ഈ മോൾക്ക് എന്തൊരു സ്നേഹം, എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ. ഒന്നുമല്ല, ശരിക്കും നമ്മളെങ്ങനെയാണോ ഒരു കണ്ടന്റ് ആണ്. ഞാൻ അങ്ങനെ ഒന്നല്ല. എന്റെ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല, വെറുതെ എന്തിനാ ചിലപ്പോ എന്നെ തെറി വിളിക്കാനുള്ളത് അമ്മേനെ കൂടി വിളിക്കും. അതുകൊണ്ട് ഞാൻ അമ്മേനെ അധികം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാത്തത്. എനിക്ക് പേടിയാ. വെറുതെ എന്തിനാ അമ്മേനെയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വെറുതെ ഇതാക്കണത്. അതുപോലെ നമ്മൾ ഈ കപ്പിൾ വ്ലോഗ്സ് ആണെങ്കിലും എല്ലാവരുടെയും വിചാരം കാണും, ഫൈറ്റ് ചെയ്യാത്ത കപ്പിൾസ് ആണ്. അങ്ങനെയൊന്നും അല്ലേ അല്ല. എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ എന്റെ ചിലപ്പം ആ ചെക്കനും പെണ്ണും എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. നടുവിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കും, അങ്ങനെ അല്ലടാ, അങ്ങനെ ഒരു മിനിറ്റ് ഇപ്പുറത്തെ ഫോണ് അങ്ങനെ അല്ലടി നിങ്ങൾ സംസാരിക്കും. പക്ഷെ അവര് പിറ്റേ ദിവസം ഉണ്ടാവും മേരി ജാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇടുന്നത്. പക്ഷെ തലേ ദിവസം ഫുള്ള് വഴക്കായിരിക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഓ ഇന്തൊരു സ്നേഹമുള്ള ചെക്കനാ, ഇങ്ങനത്തെ ചെക്കനെ എനിക്ക് കിട്ടിയില്ലല്ലോ. ശരിക്കും പല പിള്ളേരും ഇതൊക്കെ കാരണം അവരുടെ ലൈഫിൽ ചിലപ്പോൾ വഴക്കുണ്ടാകും, അവരെ കണ്ടുപഠിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. എല്ലാ റിലേഷൻഷിപ്പിലും ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാകും. എല്ലാ മനുഷ്യരുടെ ഇടയിലും സങ്കടം കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതെ അതെ, ശരിക്കും നിങ്ങളുടെ ഒരു ജോലിയുടെ പാർട്ട് കൂടെ ആണല്ലോ അങ്ങനെ ഒന്നും അറിയിക്കാതെ. പിന്നെ സങ്കടം ഇട്ടിട്ട് എന്തിനാ വെറുതെ
ആൾക്കാരോട് വെറുതെ കുറച്ച് നെഗറ്റീവ് വൈബ് ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ സാഡ് ആയിട്ടിരിക്കണവർ കണ്ടിട്ട് ചേച്ചി ഇത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, മൈൻഡ് ഓക്കെ ആയി എന്ന് പറയണ കുറെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വൈബായിട്ടിരിക്കണല്ലേ നല്ലത്. അതെ അതെ, അങ്ങനെ തന്നെ ഇരിക്കുന്നത് തന്നെ നല്ലത്, സന്തോഷമായിട്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പി കിട്ടുന്നുണ്ട്. അതാ ശരിക്കും പറഞ്ഞാല് ആമിക്ക് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നേരത്തെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റിലേഷൻ എന്ന് പറഞ്ഞപ്പോ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് പേടിയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പേടിയായോ? പേടി മാത്രല്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പേടിയാണ്. ആ ഫാമിലി ഏട്ടൻ അമ്മ ഓക്കെ, ബാക്കി ബന്ധുക്കൾ എന്ന് പറയുന്നത് എനിക്ക് പേടിയാ. അല്ലെങ്കിൽ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് അല്ലെ മാരേജ് പ്രൊപ്പോസൽ എന്ന് പറയണത് എനിക്ക് പേടിയാ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സർക്കിളിൽ ഞാൻ ഭയങ്കര വിശ്വസിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ്, എൻ്റെ അഹങ്കാരമാണ്, എനിക്ക് അവരെപ്പോഴും ഉണ്ടാവും, എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും, അവർ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊക്കെ വിചാരിച്ച ആൾക്കാർ വരെ ഒരവസരത്തിൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വിശ്വസിച്ചവർ തന്നെ നമ്മൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പുതിയൊരാൾക്കാർ വരുമ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് പറയുമ്പോ ഒരു പേടി, ആരും വേണ്ടെന്നുള്ളൊരു തോന്നല. ജസ്റ്റ് ഒരു ഹായ് ബൈ ബന്ധം മാത്രം എല്ലാരോടും കീപ്പ് ചെയ്യുക, എല്ലാവരുടെ ഓപ്പൺ ആവാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. ഫ്രണ്ട്ഷിപ്പിലും ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗ്യാങ് ആയിട്ട് എന്നെ അവർക്ക് ആ ഗ്യാങ്ങിന് ഒരു മോശം വരണ്ട പറഞ്ഞിട്ട് എന്നെ ഒറ്റപ്പെടുത്തിയ ഗ്യാങ് ഉണ്ട്. എൻ്റെ ഭയങ്കര ഒരു വലിയ ഒരു ടീമായിട്ട് നടന്ന ആൾക്കാരായിരുന്നു. പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലി കാര്യം പറഞ്ഞിട്ട്, ഇപ്പം എന്തെങ്കിലും ഒരു എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ഇപ്പം ഞാൻ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ പേരിൽ പിണങ്ങി പോയിട്ട് പല ബന്ധങ്ങളും പോകുന്ന ഞാനിപ്പോ കടം കൊടുക്കാൻ എനിക്ക് പേടിയാ. ഇനി അത് ഫ്രണ്ട്ഷിപ്പ് പോവോ, എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത്രയും ക്ലോസ് ആയിട്ടുള്ളവര് എന്തെങ്കിലും അത്രയും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലേ ഞാൻ ഉള്ള പൈസ കൊടുക്കാറുള്ളൂ. ഇത് പൈസയും പോവും ഫ്രണ്ട്ഷിപ്പും പോകും എന്ന് പറയുമ്പോ ഒരു സങ്കടമുള്ള. കടമൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ചു വാങ്ങാനായിട്ട് നമ്മള് കള്ളങ്ങൾ പറയണം, ആവശ്യമുണ്ട് ഈ ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ തന്നെ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പോയി മെസ്സേജ് അയക്കുമ്പോ അവരെന്തോ ഞാനെന്തോ തിരിച്ചു ചോദിക്കുന്ന അവള് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയല്ലേ, ഇത്രേ ഉള്ളൂ അല്ലേ ബന്ധം എന്നുള്ള ഒരു തോന്നല് ഇതാക്കുക. അതുകൊണ്ട് ഇപ്പൊ ഒന്നിനും പോകാറില്ല. ഞാനൊരു പീസ്ഫുൾ ആയിട്ട് ഞാനായി, എന്റെ കാര്യങ്ങളായി, എന്റെ അമ്മയും ഏട്ടനുമായി. കൊടുത്ത പൈസയൊക്കെ തിരിച്ചു കിട്ടിയിട്ടില്ല. 5-6 വർഷം മുന്നേ പൈസ കൊടുത്ത ആൾക്കാർ വരെ ഉണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, അവരുടെ തന്നെ കുറെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. ആളുകളുടെ വിചാരം അവള് കുറെ ഏൺ ചെയ്യുന്നുണ്ടല്ലോ, പൈസ അങ്ങനത്തെ തോട്ട്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയാം. ഒരു ഫാമിലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളാണ് അവിടുത്തെ ഒരു ഏണിങ് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന ആലോചിക്കില്ല. അതിപ്പോ നമ്മളെ വീട്ടിലുള്ള ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒരു ഫാമിലി കൊണ്ടുപോകണം, അതേപോലെ തന്നെ ഞാൻ കൊണ്ടുപോകണത്. അപ്പൊ അമ്മേനെയും ഏട്ടനെയും ഒക്കെ നോക്കണം, ഞാനും വീട്ടിലെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന അവർക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും തിരിച്ചു തരുന്നില്ല കടം കൊടുത്തത്. പിന്നെ ഞാൻ വിചാരിക്കും പോട്ടെ, എപ്പോഴെങ്കിലും തരാൻ തോന്നട്ടെ, അല്ലാണ്ട് ഞാൻ ചോദിക്കാറുമല്ലോ. നമുക്കൊരാവശ്യം വരുമ്പോ ആരെങ്കിലും തരാറുണ്ടോ? ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ തരൂല, പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും മേ ബി ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഞാൻ അധികം എനിക്ക് ചോദിക്കാനും മടിയാ. ഇപ്പൊ പറയണ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ട് കടം ചോദിക്കാറൊന്നുമില്ല. മാക്സിമം ഞാൻ എക്സ്പെൻസ് കുറച്ച് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ച് പോണ ആളാ. ഇപ്പൊ ആമിയുടെ ഒരു സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അത്യാവശ്യം നല്ല പോലെ ചുരുങ്ങിയോ? ചെറിയ സർക്കിളായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 4-3 അത്രയുള്ള ഫ്രണ്ട്സ്, പിന്നെ ഫാമിലി, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെ അടുത്തും കാണുമ്പോൾ ഒരു സംസാരം, സ്നേഹം, എല്ലാവരുടെ അടുത്തും സ്നേഹമുണ്ട്. ആരുടെ അടുത്തും എനിക്ക് ബന്ധം കുറഞ്ഞു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഓപ്പൺ അപ്പ് ആവണതും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇപ്പൊ ഫിലിമിൽ കിട്ടി അത് പോയി പറയണതൊക്കെ മെല്ലെ കുറച്ച് ആൾക്കാരോട് മാത്രം പറയണ ഒരു ടൈപ്പായി മാറി. അല്ലെങ്കിൽ ഞാൻ മുന്നേ എല്ലാവരുടെ പറയുമായിരുന്നു, എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി, ഞാൻ അവിടെ പോവാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല, ലൈവേ ഇടാറില്ല. അതാണിപ്പോ ശരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു 16 വയസ്സുള്ള ആമീനോട് അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ആമീനോട് ഇപ്പൊ തിരിഞ്ഞ് റിട്ടേൺ പോയിട്ട് ഒരു എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും ആമി കൊടുക്കുന്ന ഉപദേശം? നന്നായിട്ട് പഠിക്കാൻ പറയും. പഠിത്തത്തിൽ കുറച്ച് അങ്ങനെയല്ല, മടിച്ചായിരുന്നു. പിന്നെ
വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എല്ലാം ഓക്കെ ആണ്. ഓക്കെയാണ്. ഇപ്പൊ ഒരു എന്താ പറയാ സിനിമകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ, പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് സിനിമ വന്നിട്ട് അവരായിട്ട് വേണ്ടെന്ന് വെച്ചതേ ഉള്ളൂ. ഞാനായിട്ട് വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്നെ അല്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീൽ എന്ന് അവര് പറയണേ. ഇപ്പൊ കാസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതില് ഭയങ്കര കുറച്ചും കൂടി വലിയ കുട്ടിയായിട്ട് സൂം ചെയ്യുന്ന സമയത്തൊക്കെ പക്ഷെ എനിക്ക് പക്ഷെ ഞാൻ ഒരു ഫിലിമിന്റെ ഒരു ഇതിന് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരുവനന്തപുരം വരെ ഞാൻ പോയി ഡയറക്ടർ കാണാൻ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവരെന്നെ ഫേസിൽ നോക്കി പറഞ്ഞു, അയ്യോ ഇങ്ങനത്തെ ചെറിയ കുട്ടീനെല്ലാം വേണം, ഞങ്ങളെ വലിയൊരു സ്ത്രീനെയാണ് ഉദ്ദേശിച്ചത്, സാരി കൊടുത്ത കണ്ടിട്ടാണ്. അപ്പൊ അതൊക്കെ എനിക്ക് എന്റെ ഒരു ഇത് കാരണം പോയതേ ഉള്ളൂ, അല്ലാണ്ട് ഞാനായിട്ട് വേണ്ടാതൊന്നും വെച്ചിട്ടില്ല. എക്സ്പെക്ട് ചെയ്യുന്ന ആള് ഹൈറ്റ് ഒക്കെ ഉള്ള ഉള്ള ഒരാളായിരിക്കും. ഞാനപ്പോ വിചാരിക്കും അയ്യോ എന്താ അങ്ങനെ, എനിക്ക് എപ്പോഴും കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ്. പക്ഷെ ശരിയാ, അത് സൂം ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ തടിയൊക്കെ തോന്നിക്കുന്നത്. തടി മാത്രല്ല, കുറച്ചും കൂടി ഏജ്ഡ് തോന്നിക്കുന്നുണ്ട്. ഫേസിലായാലും ബോഡി ലാംഗ്വേജ് ആയാലും കുറച്ച് വലിയ ആളെ പോലെ ഉണ്ട്. പിന്നെ ഞാൻ ചില സമയത്ത് ഡയറക്ടറൊക്കെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോവാ. ഇപ്പൊ അതൊക്കെ മാറ്റി, ഇപ്പൊ ചുരിദാറൊക്കെ ഇട്ടിട്ടാ പോവാ. ചുരിദാറൊക്കെ ഇട്ടിട്ടാ പോവാ, ഇത്തിരി കൂടെ വലിയ മെച്യൂരിറ്റി ഫീൽ ചെയ്തോട്ടെ കരുതിയിട്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്താണ് ആമിയുടെ നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണ്? മൂവീസിൽ തന്നെയാണ് മെയിൻ ഫോക്കസ് ചെയ്യണത്. ഇപ്പം കാസ്റ്റിംഗ് കോളിനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓഡീഷൻസ് 2-3 ഇങ്ങനെ സെലക്ട് ആയി വെച്ചിട്ടുണ്ട്. ഒന്നും ക്യാരക്ടർ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ എടുക്കില്ല, ചെറിയ റോളാണെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് പ്ലാൻ. മൂവീസ് തന്നെയാണ് മെയിൻ. അപ്പം ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളും വരാൻ പോകുന്ന പ്രോജക്ട്സും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.